സർവം കൃഷ്ണാർപ്പണമസ്തു. കേരളത്തെ നോക്കി നിൽക്കുന്ന ഒരു ദൈവം, ശാസ്ത്രജ്ഞർ ഇന്നും പൂർണ്ണമായി വിശദീകരിക്കാത്ത ഒരു വിഗ്രഹം, 9 രഹസ്യ ഔഷധങ്ങളുടെ മിശ്രിതം, ദൈവം തന്നെ ദിവസവും കണക്കുകൾ കേട്ടുറങ്ങുന്ന ക്ഷേത്രം. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല, ഇത് പഴനി. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ പഴനി മുരുകൻ്റെ മഹിമ നിങ്ങൾ മറ്റൊരു നിലയിൽ അനുഭവിക്കും. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മുരുകൻ്റെ 6 പ്രധാന പുണ്യസ്ഥാനങ്ങളിലൊന്നാണ്. അറുപടേ വീട്, മലയ്ക്ക് മുകളിൽ തപസ്യ സ്വരൂപത്തിൽ നിൽക്കുന്ന ഭഗവാൻ, ദണ്ഡായുധപാണി. ഇവിടെ മുരുകനെ പഴനി ആണ്ടവൻ എന്ന് വിളിക്കുന്നു. തമിഴരും മലയാളികളും ഒരുപോലെ ആരാധിക്കുന്ന ദൈവം. ഏറ്റവും വലിയ പ്രത്യേകത, വിഗ്രഹം പടിഞ്ഞാറോട്ടാണ് ദർശനം, അതായത് കേരളത്തിലേക്ക് ദർശനം. ഭക്തർ വിശ്വസിക്കുന്നത് കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനി ആണ്ടവൻ എന്നാണ്. പഴനി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം: ഒരു ദിവസം നാരദ മഹർഷി ഭഗവാൻ ശിവനെ സന്ദർശിച്ചു. അദ്ദേഹം ഒരു ജ്ഞാനപ്പഴം ശിവഭഗവാന് നൽകി. ശിവഭഗവാൻ മക്കളായ ഗണപതിയോടും മുരുകനോടും പറഞ്ഞു, ലോകം 3 പ്രാവശ്യം വലം വെച്ചെത്തുന്നവന് ഈ പഴം. കാർത്തികേയൻ മയിലിൽ കയറി ലോകം ചുറ്റാൻ പുറപ്പെട്ടു. അവൻ്റെ വേഗത, ആത്മവിശ്വാസം, യുവശക്തി എല്ലാം നിറഞ്ഞ യാത്ര. പക്ഷേ ഗണപതി ഭഗവാൻ സ്വന്തം മാതാപിതാക്കളെ തന്നെ ലോകമായി കണ്ട് അവരെ 3 പ്രാവശ്യം വലം വെച്ചു. ഭഗവാൻ ശിവൻ സന്തോഷത്തോടെ ജ്ഞാനപ്പഴം ഗണപതി ഭഗവാന് നൽകി. കാർത്തികേയൻ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ പരിശ്രമം വെറുതെയായി എന്ന് തോന്നി. ദുഃഖവും കോപവും കൊണ്ട് കൈലാസം വിട്ട് തെക്കോട്ട് നടന്നു. മുരുകനെ സമാധാനിപ്പിക്കാനായി ശിവഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പഴം നീയാണ് ജ്ഞാനത്തിൻ്റെ ഫലം. ആ പഴം നീയാണ് പഴനിയായി മാറിയത്. ജ്ഞാനം പുറത്തല്ല, സ്വയം തിരിച്ചറിയലാണ് എന്ന് അർത്ഥം. ഇവിടുത്തെ വിഗ്രഹം സാധാരണ ശിലയല്ല. സിദ്ധനായ ഭോഗർ മഹർഷി 9 ഔഷധ ഘടകങ്ങൾ ചേർത്ത് നിർമ്മിച്ചതാണെന്ന വിശ്വാസം. ഇത് നവപാഷാണം എന്നറിയപ്പെടുന്നു. അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതത്തിന് ഔഷധ ഗുണമുണ്ട്. ചന്ദനം, വിഭൂതി രോഗശമനം നൽകും. ചില ഗവേഷകർ പറയുന്നത് ഇത് പ്രാചീന രസവൈദ്യശാസ്ത്രത്തിൻ്റെ അത്ഭുതമായിരിക്കാം എന്നാണ്. പക്ഷേ ഇതൊരു സത്യമായ രഹസ്യം ഇന്നും പൂർണ്ണമായി തെളിയിച്ചിട്ടില്ല. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലാണ്. 693 പടികൾ കയറി വേണം ഭക്തർ അവിടെ എത്താൻ. ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണഗോപുരം, ശില്പകലയിൽ പാണ്ഡ്യ സ്വാധീനം. പഴനിയിലെ പ്രധാന വഴിപാടുകൾ തലമുണ്ടനം ചെയ്യൽ, കാവടി, പഞ്ചാമൃത അഭിഷേകം. തലം മുണ്ടനം ചെയ്യുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ അഹങ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. പഴനിയിലൊരു വിശ്വാസമുണ്ട്, പഴനിയിലെ പ്രതിഷ്ഠ ബാലമുരുകനാണ്. അതിനാൽ ഉച്ചയ്ക്കും രാത്രിയിലും ക്ഷേത്രം അടയ്ക്കുന്നു. ഭഗവാന് വിശ്രമം നൽകാൻ വേണ്ടിയാണ്. മറ്റൊരു ഐതിഹ്യം, ദിവസവും രാത്രി ക്ഷേത്രത്തിൻ്റെ കണക്കുകൾ ഭഗവാൻ തന്നെ കേൾക്കുന്നു. ഇത് ലോകത്തെ അപൂർവമായ വിശ്വാസ രീതി. പ്രധാന ഉത്സവങ്ങൾ തൈപ്പൂയമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ കാൽനടയായി അമ്പലത്തിലേക്ക് എത്തുന്നു. കാവടിയാട്ടം, തങ്കരഥം, മഹാഭിഷേകം ഇവയെല്ലാം ഉണ്ട്. വൈകാശി, വിശാഖം, സ്കന്ദഷഷ്ഠി, കാർത്തിക ദീപം, ഈ ദിവസങ്ങൾ പഴനി ഒരു ആത്മീയ സമുദ്രമായി മാറും. പഴനി നമ്മെ പഠിപ്പിക്കുന്നത് മത്സരം വേണ്ട, ആത്മബോധം മതി. അഹങ്കാരം വിട്ടാൽ ദൈവാനുഗ്രഹം ലഭിക്കും. യഥാർത്ഥ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മല കയറുന്ന ഓരോ ഭക്തനും ശാരീരിക യാത്ര മാത്രമല്ല ചെയ്യുന്നത്, അതൊരു ആത്മീയ ഉയർച്ചയാണ്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് യാദൃച്ഛികമല്ല. പഴനി ആണ്ടവൻ വിളിച്ചാൽ മാത്രമേ ആരും അവിടെ എത്തിച്ചേരുള്ളൂ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കമൻറ്റ് ബോക്സിൽ ഓം ശരവണഭവ എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ദൈവിക രഹസ്യവുമായി കാണാം. ഓം ശരവണഭവ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.